ശരിക്കും കല്യാണം കഴിക്കാണ്ട് പറഞ്ഞിരുന്നോ? അത് ഞങ്ങൾ തമ്മിൽ ഏകദേശം ആ ഒരു ഇതിലാണ് മുമ്പോട്ട് പോയിരുന്നത്. എന്തു സ്ഥാനം കിട്ടിയാലും ജനങ്ങൾ വെറുത്താൽ വല്ല പ്രയോജനമുണ്ട്. ഒരു സ്ഥാനമില്ലെങ്കിലും പ്രവർത്തകരെ സ്നേഹിക്കുകയും ജനങ്ങൾ കരുതുകയും ചെയ്താൽ KSRTCക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് അതിലൂടെ ജനങ്ങളുടെ ഒരുപാട് സ്നേഹം നേടിയെടുത്ത ഗണേഷ് കുമാരൻ ചേട്ടാ, നിങ്ങൾ പത്തനാപുരത്ത് നിന്ന് തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളുടെ തന്നെ പാർട്ടിയിലെ മുതിർന്ന നേതാവായിട്ടുള്ള ഈ പാവങ്ങളുടെയൊക്കെ പഴയ മുഖ്യൻ പിണറായി സഖാവും അതോടൊപ്പം തന്നെ വർഷങ്ങൾക്ക് മുമ്പ് താങ്കളുടെ ഒരു തോന്നിയവാസം സരിതയെ കൂട്ടുപിടിച്ച് ആ പാവം ഉമ്മൻചാണ്ടി സാറിനോട് ചെയ്തത് അതൊന്നും ജനങ്ങൾ മറന്നിട്ടില്ല ചേട്ടാ. ഇതൊക്കെ കൊണ്ടാണ് താങ്കൾ പത്തനാപുരത്ത് നിന്ന് തോറ്റുപോയതെന്ന് അറ്റ്ലീസ്റ്റ് ഈ ചേട്ടൻ്റെ കൂടെ ഉള്ളവർ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഈ ചേട്ടന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങോട്ട് സ്വാഗതം. നമ്മുടെ സോളാർ സരിത ചേച്ചിയെ നിങ്ങളാരും മറന്നിട്ടില്ലല്ലോ അല്ലേ? ചേച്ചിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വോയിസ് എനിക്ക് നിങ്ങളെ എല്ലാവരെയും ഈ വീഡിയോയിലൂടെ കേൾപ്പിക്കാനുണ്ട്. ഇത് നിങ്ങളെല്ലാവരും കേൾക്കണം, നിങ്ങളെല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തണം. ഒരിക്കലും കടക്കടാ പുറത്ത് എന്ന് ഞാൻ പറയില്ല. മാന്യമായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയുണ്ട്. അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും ധൈര്യപൂർവ്വം ക്ലിക്ക് ചെയ്യുക. വീഡിയോയ്ക്കും എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക. പിന്നെ ഗണേഷ് കുമാരൻ ചേട്ടാ, നിങ്ങൾക്കെതിരെ സംസാരിച്ചെന്നും പറഞ്ഞ് നമ്മുടെ ചാനലൊക്കെ നിങ്ങൾ തൂക്കി എറിഞ്ഞ് കളയുവോ? പറയാൻ പറ്റത്തില്ലേ, ഇപ്പോഴും വലിയ പിടിപാടൊക്കെ ഉള്ള ടീമായിരിക്കും. ഒരു പാവം ഉമ്മൻചാണ്ടി സാറിനെ ഇല്ലാതാക്കാൻ കാണിച്ച മനസ്സ്, അതിൻ്റെ പകുതി മതി നമ്മളെയൊക്കെ ഇല്ലാതാക്കാൻ. അതുകൊണ്ടൊന്ന് പറഞ്ഞു വെച്ചതാ. വൈരാഗ്യത്തിൻ്റെ കാര്യത്തിൽ അങ്ങ് മേളിലാണല്ലോ നമ്മുടെ ഗണേഷ് കുമാരൻ സാറ്. എന്താണെങ്കിലും പത്തനാപുരത്ത് നിന്ന് തോറ്റു കഴിഞ്ഞപ്പോൾ ഈ ചേട്ടൻ കഴിഞ്ഞ ദിവസം നിന്ന് 2 ഡയലോഗ് അടിക്കുന്നത് കണ്ടു. അപ്പത്തൊട്ട് ഞാൻ ഓർത്ത് വെച്ചേക്കുമായിരുന്നു ഈ ചേട്ടനിട്ടൊന്ന് കൊട്ടണമെന്ന്. കറക്റ്റ് ടൈം വന്നു, ദേ എടുത്തിട്ട് കൊട്ടാൻ പോവുക. അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാനുണ്ട്. നമുക്ക് ഇവിടുന്ന് അങ്ങ് തുടങ്ങാം. അതാ അതിൻ്റെ ഒരു ശരി. പിടിച്ചോ. ഇവിടെ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഞാൻ പരാജയപ്പെട്ടു എന്നത് യാഥാർത്ഥ്യമാണ്. പരാജയം ജനവിധി നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇവിടെ നടന്നൊരു വലിയ ഡീലാണ്. ചാത്തന്നൂരും പത്തനാപുരം കൂടി വെച്ചുള്ള BJPയും കോൺഗ്രസും തമ്മിലുള്ള ഒരു ഡീലാണ്. വളരെ വ്യക്തമാണ്. അതിൻ്റെ ഏത് രേഖകളും നിങ്ങൾക്ക് പരിശോധിക്കാം. ഞങ്ങൾ തരാനും തയ്യാറാണ്. കാരണം പട്ടാഴിയിൽ ഉദാഹരണമായി പറയുന്നത്, പട്ടാഴിയിൽ മത്സരിച്ച ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി അരുണിന് കിട്ടിയത് 2500 വോട്ടാണ്. അദ്ദേഹം പരാജയപ്പെട്ടു. LDF സ്ഥാനാർത്ഥിയാണ് അവിടെ ജയിച്ചത്. പക്ഷേ 2500 വോട്ടാണ് പഞ്ചായത്ത് ഇലക്ഷനിൽ 3 മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം 8 വാർഡിലായിട്ട് അദ്ദേഹം നേടിയത്. പക്ഷേ അതേ പട്ടാഴി പഞ്ചായത്തിൽ മുഴുവൻ വാർഡുകളും ചേർത്ത് ഈ തെരഞ്ഞെടുപ്പിൽ എണ്ണുമ്പോൾ BJPക്ക് 600 ചില്ലാനം വോട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ പട്ടാഴി വടക്കേക്കര പഞ്ചായത്തിലേക്ക് കയറുമ്പോൾ 4 വാർഡ് മെമ്പർമാരുള്ള ആ പഞ്ചായത്ത് 4 വാർഡ് മെമ്പർ BJPക്കുണ്ട്. അവിടെ 300 ചില്ലാനം വോട്ടിൻ്റെ ഭൂരിപക്ഷം BJPക്കുള്ളൂ. പിടവൂർ വാർഡ് തലൂർ പഞ്ചായത്തിൽ പിടവൂരിലേക്ക് വരുമ്പോൾ ആ വാർഡിലെ മെമ്പർ BJPയുടെ മെമ്പറാണ്. ആ വാർഡിൽ 2 വോട്ടാണ് BJPക്ക്, 2 വോട്ട്. ഇവിടെ മത്സരിച്ച BJP സ്ഥാനാർത്ഥിക്ക് NDA സ്ഥാനാർത്ഥിക്ക് 2 വോട്ട്. അതുപോലെ ചെങ്ങമനാട് മേലിന പഞ്ചായത്തിലേക്ക് പോയാൽ ചെങ്ങമനാട് എത്തുമ്പോഴേക്കും 240 വോട്ടാണ് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി പിടിച്ചത്. ഇപ്പം വെറും 51, ചേത്തടി വാർഡിൽ 51 വോട്ടേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ മുഴുവൻ വോട്ടും BJP കോൺഗ്രസിന് കച്ചവടം നടത്തിയിരിക്കുകയാണ്. പത്തനാപുരത്ത് വോട്ട് എണ്ണിക്കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ വോട്ടൊക്കെ അവിടെ തന്നെ ഉണ്ട്. LDFന് കിട്ടിയ വോട്ടെല്ലാം അവിടെ തന്നെ ഉണ്ട്. കഴിഞ്ഞാണോ കിട്ടിയതുകൊണ്ട്. പക്ഷേ BJP കിട്ടിയ വോട്ട് കോൺഗ്രസിന് പോയപ്പോൾ കോൺഗ്രസിന് ലാഭമായി. അങ്ങനെയാണല്ലോ കോൺഗ്രസ് ഞങ്ങൾക്ക് കിട്ടിയ വോട്ട് അങ്ങനെ തന്നെ ഉണ്ട്. പക്ഷേ BJPയുടെ വോട്ട് നേരെ ഡയറക്റ്റായിട്ട് കോൺഗ്രസിന് പോയിരിക്കുകയാണ്. BJPയുടെ വോട്ട് ഡയറക്റ്റായിട്ട് അങ്ങ് പോയേക്കുവാണെന്ന് കോൺഗ്രസിന്. എൻ്റെ പൊന്ന് ഗണേഷ് കുമാരൻ ചേട്ടാ, ആദ്യമേ ഞാനൊരു കാര്യം പറഞ്ഞു തരാം. ഈ കാണുന്നവർക്ക് അത് മനസ്സിലായി കാണും. ചേട്ടാ, പഞ്ചായത്ത് ഇലക്ഷൻ വേറെ, പാർലമെന്റ് ഇലക്ഷൻ വേറെ. ഇത് ചേട്ടൻ ആദ്യമേ ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. പിന്നെ ചേട്ടന് പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടൊക്കെ അവിടെ തന്നെ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അല്ല ചേട്ടാ, നമുക്കറിയാം മണ്ടന്മാരുണ്ട് ഈ അണികളായിട്ടും ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ ഇടയ്ക്കും ഒരുപാട് മണ്ടന്മാരുണ്ട്. എന്ത് കണ്ടാലും കുത്തിക്കോളും. മനസ്സിലായ? ഗണേഷ് കുമാരൻ പത്തനാപുരത്ത് നല്ലതാ ചെയ്യുന്നത്, അതുകൊണ്ട് കുത്തിയേക്കാം എന്നും പറഞ്ഞു പോയി കുത്തുന്നവർ കാണും. പക്ഷേ ഭൂരിഭാഗം ആളുകളും ഒന്ന് ചിന്തിക്കും.
മനസ്സിലായോ? അതുകൊണ്ടാണ് അവർ കോൺഗ്രസിന് കുത്തിയത്. ഓക്കെ, പിന്നെ BJPക്ക് കുത്താനുള്ളത് എന്തിനാ വെറുതെ കുത്തുന്നത്? കുത്തിയിട്ടും വലിയ കാര്യമൊന്നും കാണത്തില്ലെന്ന് അറിയാം. നേരെ മറിച്ച് അത് ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങാനും മന്ത്രിസഭയിൽ എത്തിയാൽ പരിപാടി നടക്കും എന്നൊരു ബോധമുള്ളവർ അങ്ങോട്ടേ കുത്തും. അതിന് ഡീലുണ്ടാക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ചേട്ടാ. പിന്നെ തോറ്റു കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ നിന്ന് പറയണമല്ലോ. അങ്ങനെ വന്ന് ഈ കഥ പറയുമ്പോൾ കേൾക്കുന്നവരെല്ലാവരും പൊട്ടന്മാരാണ്, എല്ലാവരും നിങ്ങൾ പറയുന്നത് അങ്ങ് വിശ്വസിക്കണം എന്ന് ആ ഒരു നിർബന്ധം ഉണ്ടല്ലോ, അതങ്ങ് മാറ്റി വെച്ചേക്കണം. ഓക്കെ, തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അതുകൊണ്ടാണ് ഇവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ ആ കഥ എവിടെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവിടെ ചോദ്യങ്ങൾ ചോദിക്കാൻ ആരും കാണത്തില്ല. മനസ്സിലായോ? നിങ്ങളുടെ കൂട്ടാളികൾ തന്നെയായിരിക്കും അപ്പുറം ഇപ്പുറയൊക്കെ നിൽക്കുന്നത്. ചിലപ്പോൾ മിണ്ടാതെ നിന്ന് കേട്ടോണ്ടിരിക്കും. എന്നിട്ട് പറയും പഞ്ചായത്ത് ഇലക്ഷന് അത്രയും കിട്ടിയായിരുന്നു, ഇവിടെ ഇത്രയും കിട്ടിയില്ല അവന്മാർക്ക്, അതെല്ലാം അങ്ങോട്ട് മറിച്ചതാ. പഞ്ചായത്ത് ഇലക്ഷനും പാർലമെന്റ് ഇലക്ഷനും തമ്മിൽ എങ്ങനെയാണോ തനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്? അത്രേ എനിക്ക് തന്നോട് ചോദിക്കാനുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക മിസ്റ്റർ ഗണേഷ് കുമാർ, ഈ അടുത്തായിട്ട് ഒരുപാട് അലിഗേഷൻസ് നിങ്ങൾക്കെതിരെ ഉണ്ടായിരുന്നു. മനസ്സിലായോ? നിങ്ങൾ എത്ര വെള്ള പൂശാൻ ശ്രമിച്ചാലും നടക്കുകയല്ല ചേട്ടാ. കാരണം ചേട്ടൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യും. അത്ര വെടിപ്പല്ല. ആ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ പോലും നിങ്ങൾ ചെയ്തത് തെളിഞ്ഞതാണ് CBI അന്വേഷണത്തിൽ. മനസ്സിലായോ? എന്നിട്ടും ഞാൻ ഡീസൻ്റ് ആണേ, എനിക്ക് വോട്ട് ചെയ്യണേ, ഞാനിവിടെ KSRTC അങ്ങ് പൊളിച്ചേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഉള്ളതാണ് KSRTC നിങ്ങൾ കാരണം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ടായിരുന്നു. നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. KSRTC ജീവനക്കാർക്കാണെങ്കിലും എനിക്ക് തോന്നുന്നു എന്തെങ്കിലുമൊക്കെ കുറച്ച് ഇയാളെ കാരണം ഗുണം ഉണ്ടായിട്ടുണ്ടേ. എല്ലാം ഒന്നും നമ്മൾ ചുമ്മാ അടിച്ചില്ലാതാക്കാൻ അത് ശരിയല്ലല്ലോ. ഉള്ളത് പറയണമല്ലോ. പറയാം എന്ന് വെച്ചിട്ട് വെളുപ്പിക്കാൻ ശ്രമിക്കരുത്. ഓക്കെ, ഇലക്ഷന് വോട്ട് കിട്ടാത്തത് തൻ്റെ കയ്യിരിപ്പുണ്ടാ. പിന്നെ തൻ്റെ കാരണവഭൂതർ, മറ്റേ ഭൂതം ഉണ്ടല്ല, ഭൂതം, ഫ്ലാറ്റ് കൊടുത്ത്, ഫ്ലാറ്റ് ഒന്നും പറ്റത്തില്ല, എനിക്ക് വീട് വേണം, എനിക്ക് വാടകയ്ക്ക് തിരുവനന്തപുരത്ത് വീട് വേണമെന്ന് വീട്ടിലോട്ട് മാറ്റിയേക്കുക. എന്തിനാ ഇയാളെ എടുത്ത് ഈ പാർട്ടി ഇങ്ങനെ തലവെക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇയാൾ ഒറ്റൊരുത്തൻ കാരണമാണ്, പേര് പോലും ഞാൻ അറിയാലോ എന്തിനാ അല്ലേ. അയാൾ ഒറ്റൊരുത്തൻ കാരണമാണ് ഇത്തവണ പോയത് കയ്യിൽ നിന്ന്. എന്നിട്ടും ഇപ്പം എടുത്ത് തല വെച്ചോണ്ട് നടക്കുക. എന്ത് കാര്യത്തിന്? ഒരാളുടെ അടുക്ക് പോലും ഗണേഷ് കുമാറിന് അതൊന്നും കണ്ട് പഠിക്കണം കേട്ടോ. ആരോടും ഒന്നും മുരിയാടാൻ പോകുന്നില്ല, മിണ്ടാതെ അങ്ങ് പോവുക. അറിയാം മുരയാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അണ്ണാക്കി കിട്ടും, മറ്റേ കടക്കട പുറത്ത് ഇനി നടക്കത്തില്ല. കാരണം പറഞ്ഞ് നാട്ടുകാരെല്ലാം കൂടെ പറഞ്ഞ് ഇറങ്ങി പോട വഴിയിലെന്ന്. ഇപ്പം പുറത്തായില്ലേ? എത്ര ലക്ഷം രൂപയാ അവിടെ പുള്ളി താമസിച്ചോണ്ടിരുന്നോടത്ത്. എൻ്റെ ദൈവമേ, എത്ര ലക്ഷം! സ്വിമ്മിങ് പൂള്, പുള്ളിക്ക് പശുവിൻ്റെ കറന്ന പാല് തന്നെ നേരെ ചൂടോടെ വേണം, അതിന് വേറെ. ഓഹ്, ഇനി ഈ നമ്മുടെ ഗണേഷ് കുമാറിനെതിരെ നിന്ന് മത്സരിച്ച് ജയിച്ച ജ്യോതി കുമാർ, അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് അത് കേൾക്കണം നിങ്ങൾ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സരിത ചേച്ചിയിലേക്കൊന്ന് പോകണം. കേട്ടിരിക്കണം നിങ്ങൾ. ഈ ഗണേഷ് കുമാരൻ ആരാണെന്ന് ഇപ്പം കിട്ടും നിങ്ങൾക്ക്. അതിന് മുമ്പ് ഇത് കേട്ടോ. വിവരം വേണ്ടേ? വോട്ടുകളെ കുറിച്ച് പഠിക്കണ്ടേ? റിസൾട്ട് വിലയിരുത്തണ്ടേ? ആരെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അദ്ദേഹത്തിൻ്റെ തോൽവി ഉൾക്കൊള്ളാൻ ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ വോട്ടുകൾ പോലും അദ്ദേഹത്തിന് അനുകൂലമായി ചെയ്യിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതിനാരെ അദ്ദേഹം കുറ്റപ്പെടുത്തുക? അവരുടെ ഒക്കെ ലക്ഷ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ശ്രീ KB ഗണേഷ് കുമാറിനെ തോൽപ്പിക്കുക എന്നതായിരുന്നു. ആ KB ഗണേഷ് കുമാറിൻ്റെ അഹന്തയ്ക്കും അഹങ്കാരത്തിനും ധിക്കാരത്തിനും ധാർഷ്ട്യത്തിനും ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ അതിനൊക്കെ എതിരായി വിധിയെഴുതിയപ്പോൾ അദ്ദേഹത്തിൻ്റെ തോൽവി ആസന്നമായി. ലൈംഗിക അപവാദ കേസിൽ പെടുത്താൻ മുൻകൈയെടുത്തവർക്ക് പത്തനാപുരത്തെ ജനങ്ങൾ നൽകിയ മറുപടി, അത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പത്തനാപുരത്തിലെ ജനങ്ങൾ നൽകിയിട്ടുള്ള മറുപടിയാണ് ഈ തിരഞ്ഞെടുപ്പ്. സത്യം അല്ലേ? ആ ഉമ്മൻചാണ്ടി സാറിനെ ഇല്ലാതാക്കാൻ എന്തോരം ചെറ്റത്രയോ കാണിച്ചത്. എന്താ ആ പുള്ളി ചെയ്ത തെറ്റ്? ഇവനെതിരെ ഒരുപാട് ആരോപണങ്ങൾ വന്നപ്പോൾ മോനെ നീ മാറി നിൽക്ക് തൽക്കാലം പാർട്ടി എന്ന് പറഞ്ഞു. ഉടനെ അവൻ അവിടെ നിന്ന് ചാടി അടുത്ത പാർട്ടിയിൽ കയറി. എന്നിട്ട് അവരുമായിട്ട് അങ്ങ് കൈ കൊടുത്തു. എന്നിട്ട് നേരെ ഇയാളെ ഇല്ലാതാക്കാനായിട്ട് ചോളാർചരിത ഇറക്കി. ചോളാർചരിത തന്നെ പറയുന്നുണ്ട്, കേൾപ്പിച്ചു തരാം. വർഷങ്ങളായിട്ട് ഇവനുമായിട്ടുള്ള ലിങ്ക് മനസ്സിലായോ? ഈ ഗണേഷ് കുമാരനുമായിട്ട്. ആ പാവം മനുഷ്യനെ അദ്ദേഹം മരിക്കുന്നതിന് 1 മാസം മുമ്പ് എന്തോ ആണെന്ന് തോന്നുന്നു നിരപരാധിയാണ് എന്നൊക്കെ ഏറെക്കുറെ ഒന്ന് ഇവിടെ ഉറപ്പിച്ചു തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം എനിക്ക് തോന്നുന്നു മെയിൻ സ്ട്രീം ചാനലുകൾക്ക് പോലും സങ്കടം തോന്നിയിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് പല മാധ്യമപ്രവർത്തകരും പറയുന്നത്, എന്തിനായിരുന്നു ആ മനുഷ്യനെ ഇങ്ങനെ, എന്തിന് ഞങ്ങൾ ക്രൂശിച്ചു, എന്തിന് അദ്ദേഹത്തിനെതിരെ ഇത്രയും സംസാരിച്ചു. തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പോയതുകൊണ്ട് കൂടുതലൊന്നും
വരാതെ ഗണേഷ് കുമാരനൊക്കെ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിലുണ്ടല്ലോ ഗണേഷ് കുമാരാ മനസ്സിലാക്ക്. അതുകൊണ്ടൊക്കെ തന്നെ സ്വന്തം കുടുംബത്തിൽ നിന്ന് കിട്ടിയോളോ തനിക്ക്? കുടുംബത്തിൽ നിന്ന് കിട്ടിയോ തനിക്ക് വോട്ട്? ആ ഭാര്യ അവരെ കുത്തിക്കാണോ നിനക്ക്? എനിക്കറിയത്തില്ല. നീ എന്നൊക്കെ വിളിച്ചാൽ മതി, എടുത്ത് തല വെക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ബഹുമാനം കൊടുക്കേണ്ടവർക്ക് കൊടുത്താൽ മതി. ഇവനെപ്പോലുള്ളവനൊന്നും കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കി കേൾക്കാം. ഒരു MLA എന്ന നിലയിൽ, ഒരു മന്ത്രി എന്ന നിലയിൽ ശ്രീ KB ഗണേഷ് കുമാറിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ആ സാമാന്യ നീതിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ഉണ്ടായപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. കേരള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ശ്രീ KB ഗണേഷ് കുമാറിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നേതാക്കന്മാർ, അവരിൽ പരമപ്രധാനരായ 10 നേതാക്കന്മാരിൽ 2 പേർ എനിക്ക് വോട്ട് ചെയ്തവരാണ്. അവരെന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് വോട്ട് ചെയ്തെന്ന്. അദ്ദേഹം പറയുന്നു ചതിയാണ് എന്നൊക്കെ പറയുമ്പോൾ ആരെ ചതിച്ചു എന്ന് അദ്ദേഹം പറയുന്നത്. LDFിൻ്റെ വോട്ടുകൾ 2021 67,000 വോട്ടുണ്ടായിരുന്ന LDFിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ ഗണേഷ് കുമാറിന് ഇപ്പോൾ 2026 ആയപ്പോൾ 59,965 വോട്ടായി കുറഞ്ഞിട്ടുണ്ട്. ഈ ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന് പൊതുസമൂഹത്തെ അഭിമുഖീകരിക്കുന്നതിന് ഒരു തരത്തിലുള്ള കോംപ്ലക്സ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കോംപ്ലക്സിൻ്റെ ഭാഗമായിട്ടാകാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. ജനാധിപത്യത്തിൽ വിജയവും തോൽവിയും ഒക്കെ സ്വാഭാവികവും സാധാരണവുമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാനിവിടെ മത്സരിച്ച് പരാജയപ്പെട്ടതാണ്. ഞാൻ മത്സരിച്ച് പരാജയപ്പെട്ട ശേഷം ആർക്കെതിരെയും പരാതി പറയാൻ ഞാൻ പോയിട്ടില്ല. എൻ്റെ വോട്ട് അല്ലെങ്കിൽ ഗണേഷ് കുമാറിൻ്റെ വോട്ട് ഇന്നയാൾക്ക് പോയി, അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പോയി എന്നൊന്നും ഞാൻ പറയാൻ പോയിട്ടില്ല. തോൽവിയായി അംഗീകരിച്ചുകൊണ്ട് ജനാധിപത്യപരമായി ഇതേ മണ്ഡലത്തിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ കൂടുതൽ വോട്ട് നേടി വിജയിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു ചതിയാണ് എന്നൊക്കെ പറയുമ്പോൾ ആരെ ചതിച്ചു എന്ന് അദ്ദേഹം പറയുന്നത്. അങ്ങനെ പറഞ്ഞേ പറ്റത്തുള്ളൂ ചേട്ടാ. വേറെ എന്ത് പറയും ജ്യോതികുമാർ ഏട്ടാ? നിങ്ങൾ പണ്ട് മത്സരിച്ച് തോറ്റുപോയി, നിങ്ങളോടധികം ചോദ്യം വരത്തില്ല. പക്ഷെ ഇവിടെ കുമാരൻ ചേട്ടനോട്, ഗണേഷ് കുമാരൻ ചേട്ടനോട് ചോദ്യം വരും. എന്തോ KSRTC ഭയങ്കരമായിട്ട് അങ്ങ് പൊക്കി നന്നാക്കിയില്ലേ, അത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ, പിന്നെ എന്തുകൊണ്ട് തോറ്റുപോയി എന്ന് നാട്ടുകാർ ചോദിക്കും, അല്ലെങ്കിൽ കൂടുള്ളവരും ചോദിക്കും. പിടികിട്ടിയോ? പറയാൻ മറുപടി ഇല്ല. എന്തോ പറയും? എൻ്റെ കയ്യിരിപ്പിന് എൻ്റെ കുൽസിതങ്ങൾ എല്ലാം പുറത്ത് വന്നതുകൊണ്ട് പണ്ട് ഉമ്മൻചാണ്ടിയോട് ചെയ്തതിന് എല്ലാം കൂടെ ചേർത്ത് നാട്ടുകാർ ഒന്നിച്ചിട്ടൊക്കെ താങ്ങിയതാന്ന് പറയുമോ? പറയാൻ പറ്റുമോ? ഇല്ല. അത്രേ ഉള്ളൂ. ഗണേഷ് കുമാരൻ എന്താണെന്ന് നേരത്തെ തൊട്ടേ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. ഒരു ചാൻസ് കിട്ടുന്നില്ലായിരുന്നു, നല്ലൊരു ചാൻസ് കിട്ടി. ലക്ഷക്കണക്കിനൊക്കെ ആയിരുന്നു വോട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം 59,000. എന്നിട്ട് ബാക്കി മൊത്തം കൊണ്ടുപോയതാണ്, ഡീലി കൊടുത്തതാണെന്ന് അങ്ങോട്ട്. അതേ പറയാൻ പറ്റുള്ളൂ. വേറെ എന്ത് പറയും? കയ്യിരിപ്പോണ്ട് നാട്ടുകാരെല്ലാം കൂടെ താങ്ങിയാന്ന് പറയുമോ? ഒരിക്കലും പറ്റത്തില്ല. അത്രേ ഉള്ളൂ. ഇനി മെയിൻ സാധനം ചോളാർചാരിത പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. 2005 തൊട്ട് ഗണേഷ് കുമാരനുമായിട്ട് തിങ്കീട്ടി തൂം കേക്ക്. ഇതിന്റെയൊക്കെ സൂത്രധാരനാണ് എന്നാണെന്ന് ഗണേശനെ കുറിച്ച്, പക്ഷെ സരിത ഒരിക്കലും ഗണേശനെ കുറ്റം പറയുന്നില്ല ആദ്യകാലം. ഇല്ല, ഞാൻ ഷാജിന് അറിയാമായിരിക്കും, അറിയത്തില്ലെങ്കിലും ഞാൻ പറയാം. ഞാനും ഗണേശൻ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നില്ല. അതൊരു 2005 തുടങ്ങിയ റിലേഷനാണ്. ഈ 2005 തുടങ്ങിയ റിലേഷൻഷിപ്പാണ് ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത്. ഞങ്ങൾ തമ്മിൽ വ്യവസായത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ബിസിനസിന്റെ പേരിലോ സംസാരിക്കേണ്ട ആ ഒരു റിലേഷൻ അല്ലായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ എന്റെ സമ്മതത്തോടു കൂടി ഒരാളെ ഇഷ്ടപ്പെട്ടു പോയി, അതിന്റെ പിന്നാമ്പുറം പോയിട്ട് ഞാൻ പിന്നെ അയാൾ വേറെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് അയാൾക്കെതിരെ പീഡന കേസ് കൊടുക്കുന്നത് ശരിയായ രീതിയാണോ? അല്ല, എന്റെ സമ്മതത്തോടു കൂടിയിട്ടാണ് പോയത്. എന്റെ സമ്മതത്തോടു കൂടി ഞങ്ങൾ സഹകരിച്ച് ജീവിച്ചതാണ്. അപ്പൊ പിന്നെ അതിനകത്ത് തിരിച്ചു പിടിച്ചിട്ട് കാര്യമില്ലല്ലോ, തിരിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. സുനിത എന്നോടന്ന് പറഞ്ഞിരുന്നത് സരിത മറ്റേ ജയിലിൽ താമസിച്ചിരുന്ന സമയത്ത് അവിടെ ആരാണ്ട് പറഞ്ഞിരുന്നു, ജയിലിൽ നിന്ന് വന്ന ഗണേഷ് കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നത് ഒരു പറച്ചിലുണ്ട്. പക്ഷെ അന്ന് ഗണേഷ് കല്യാണം കഴിച്ചില്ല. പിന്നെ എന്നെ ഗണേഷ് പെട്ടെന്ന് മാറാൻ കാരണം? അല്ല, അത് എനിക്കറിയില്ല. ഇപ്പോഴത്തെ വിവാഹം കഴിച്ചതിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടെന്നേ എനിക്കറിയുള്ളൂ. അത്രയൊക്കെ എനിക്കറിയുള്ളൂ. കാര്യം ഞാൻ ജയിലിലായതുകൊണ്ട് എനിക്ക് കൂടുതൽ അതിനെ പറ്റിയിട്ട് അറിയാൻ സാധിച്ചിട്ടില്ല. എന്തോ ഒരു കാര്യം സംഭവിച്ചു, ഇപ്പൊ വിവാഹത്തിന്റെ പുറകിലെന്ന് മാത്രമേ എനിക്കറിയത്തുള്ളൂ. അത് ഞങ്ങള് തമ്മിൽ ഏകദേശം ആ ഒരു ഇതിലാണ് മുമ്പോട്ട് പോയിരുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഓരോ എന്നിട്ടും ഞാൻ എനിക്ക് മനസ്സിലാകാതെ എന്നിട്ടും പക്ഷെ ഗണേശനെതിരെ ഒരു പോലും പറയുന്നില്ല എന്നുള്ളതാണ് പലരും ഇത്രയും പേരും അത്
അത് പറയേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ കാര്യം, ഞാൻ എന്റെ അറിവോടുകൂടി എന്റെ സമ്മതത്തോടു കൂടി മറ്റൊരു ഇതും ഇല്ലാതെ ഞങ്ങൾ സ്നേഹിച്ചതാണ്. അപ്പൊ പിന്നെ അതിനകത്ത് ഇപ്പം പിന്നെ മറ്റുള്ളൊരു പ്രോജക്റ്റ് ചെയ്തു തരാമെന്നും അല്ലെങ്കിൽ ഒരു മന്ത്രി കൊണ്ടുപോയി ഒരു കൂട്ടിട്ട് വേറൊരു ആൾക്ക് കൊടുക്കുന്ന രീതിയൊന്നും ആയിരുന്നില്ലല്ലോ. അതൊന്നും അല്ല, എന്റെ ഇഷ്ടത്തിന് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു, ആ ഇഷ്ടത്തിലാണ് പോയത്. അതിനപ്പുറം വേറെ അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള രീതി ഉണ്ടാക്കേണ്ട കാര്യമില്ല. എനിക്കത് ഇഷ്ടമല്ല. ഇപ്പൊ സരിത ഹാപ്പിയാണോ ഈ സോളാർ കമ്മീഷൻ റിപ്പോർട്ടിലും ഇതുവരെയുള്ള ഡെവലപ്മെന്റിലും? എനിക്ക് ഹാപ്പിനെസ് ഉണ്ട്. കഴിഞ്ഞ ഒരുപാട് കാലമായി, നിങ്ങൾക്ക് തന്നെ അറിയാലോ ഞാൻ എന്തോരം അപമാനം സഹിച്ചിട്ടുണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ അത് ഇപ്പോഴും അപമാനം സഹിക്കുന്നില്ല എന്നല്ല, എന്നാലും അതിനൊരു ഒരു വെളിച്ചം കിട്ടിയെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. അതില്ലാതിരിക്കുന്നതിൽ എനിക്ക് നല്ല സന്തോഷം, വലുതായിട്ട് ഞാൻ സന്തോഷം എക്സ്പ്രസ് ചെയ്യുന്നില്ല. കാര്യം നമുക്കതൊന്നും നല്ലതായിട്ട് വിധിച്ചിട്ടൊന്നുമില്ല. ഈ സരിത എന്നോട് ഇന്നലെ ഞാനൊരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ആ സരിതയെ ആദ്യം ഇന്റർവ്യൂ ചെയ്തിട്ട് ഈ പറഞ്ഞ ഓരോ ആരോപണങ്ങളും വീണ്ടും ഉറച്ചു നിൽക്കുന്നുണ്ടെ മാത്രം മുമ്പോട്ട്. അപ്പൊ ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ അക്യൂസ് ചെയ്തിരിക്കുന്നവരുടെ ഒക്കെ അതിൽ തന്നെ ഉറച്ചു നിൽക്കുവാണ്. ഓക്കെ, മതിയല്ലോ, കൂടുതലൊന്നും ഞാൻ കേൾപ്പിക്കുന്നില്ല. ഗണേഷ് കുമാറിനെതിരെ ഞാൻ ഒരിക്കലും ഒന്നും പറയത്തില്ല. അയ്യോ ഞങ്ങൾ തമ്മിൽ അങ്ങനൊന്നും അല്ലായിരുന്നേ, ബിസിനസ് ഒന്നും അല്ലായിരുന്നേ, ഞങ്ങൾ തമ്മിൽ പരിശുദ്ധ സ്നേഹമായിരുന്നു എന്നുള്ള മൂടാ ചേച്ചി പറഞ്ഞു വെച്ചേക്കുന്നത്. 2005 തൊട്ട് കണക്ഷന. ഒന്ന് ആലോചിക്കണം നിങ്ങൾ. അപ്പൊ പിന്നെ ഉമ്മൻചാണ്ടിക്കെതിരെ ഇവൾ ഇറങ്ങിയതിനകത്ത് കൂടുതലൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ചിന്തിച്ചാൽ മതി. അവൾ പറഞ്ഞു വെച്ചേക്കുന്നതും പിന്നെ വന്ന് പറഞ്ഞതും എല്ലാം വിടൂ. ഈ ഒരൊറ്റ കാര്യം മതി. പണ്ടേ തെളിഞ്ഞതാ. ഇത് കുറെ നാളുകൾക്ക് മുമ്പുള്ള വോയിസാണ്, എന്നാലും ഈ ഒരൊറ്റ വോയിസ് മതി. അറിയാം ഗണേശുമായിട്ട് അങ്ങനെയായിരുന്നു. അപ്പൊ പിന്നെ ഗണേശിനെ അതിനകത്തുനിന്ന് എടുത്ത് ഇങ്ങോട്ട് തട്ടുമ്പോൾ മോനെ മാറി നിൽക്കട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ ഇപ്പറേ വന്ന് കയ്യും കൊടുത്ത് ഗണേശ് ഇവിടെ ഇടയ്ക്ക് കളിച്ചതിനകത്ത് കൂടുതൽ അന്വേഷിക്കാനും പിടിക്കാനും പോകേണ്ട കാര്യമുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല. ഒന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. എല്ലാം ജനങ്ങൾക്ക് വ്യക്തമായിട്ട് പണ്ടേക്ക് വേണ്ട മനസ്സിലായതാ. ഒന്ന് കുത്തിപ്പൊക്കി ഒന്നുകൂടെ കേൾപ്പിച്ചതാ. പ്രത്യേകിച്ച് ഗണേശന്റെ ഇങ്ങനത്തെ ഡയലോഗുകൾ കേട്ടപ്പോൾ ഒന്ന് കുത്തിപ്പൊക്കിക്കൊണ്ട് വരണമെന്ന് തോന്നി. കൈ കൊടുത്ത് ഡീലങ്ങ് തീർത്തതാണെന്ന് പുള്ളിയെ. ജനങ്ങൾ ഇതൊക്കെ ഓർത്ത് വെച്ചിട്ടുണ്ട് ഗണേഷ് കുമാരൻ ചേട്ടാ, മനസ്സിലായോ? ഇതൊന്നും ആരും അങ്ങനെ മറന്നു കളയത്തില്ല. ആ പാവം മനുഷ്യനെ കല്ലെറിയിച്ചില്ലേടോ താനൊക്കെ? കല്ലെറിയിച്ചില്ലേ? ഒരിക്കലും ഒരു കോൺഗ്രസ് പ്രവർത്തകനല്ല ഞാൻ. താല്പര്യമില്ല. ഇപ്പം വരാൻ പോകുന്ന കോൺഗ്രസ് ഭരണം എങ്ങനെയായിരിക്കും നോക്കട്ടെ എന്നുള്ള മൂടിയിരിക്കുന്നവനാണ് ഞാൻ. പക്ഷെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ മനുഷ്യൻ, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം, ഒരു മനുഷ്യത്വത്തിൻ്റെ പുറത്ത് മാത്രം അദ്ദേഹത്തിന് തന്നെ വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ ആയിട്ട് കണക്ക് കൂട്ടിക്കോ. ഇതിനെ ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ പേരിൽ ഇനിയും എന്തു വന്നാലും ഫേസ് ചെയ്യാം. പിടികിട്ടിയോ? രാഷ്ട്രീയം, പാർട്ടി, സ്നേഹമുണ്ട്, പക്ഷെ അതിൻ്റെ അപ്പുറം മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം ഇടയ്ക്കൊക്കെ നമുക്കിത് ഇവിടെ ഇങ്ങനെ വരുവടോ ചിരിയൊക്കെ, മനസ്സിലായത് ഈ ഭാഗത്ത്. അതുകൊണ്ട് സംസാരിച്ചേ പറ്റുള്ളൂ, അത് നോക്കി. അതുകൊണ്ട് മാത്രം ചെയ്യുന്നൊരു വീഡിയോ. ഗണേഷ് കുമാരൻ മനസ്സിലാക്കുക, ജനങ്ങളെ മണ്ടന്മാരാക്കാൻ ഇനിയും വന്നിട്ട് കാര്യമില്ല. ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല, വട്ടി വില തരത്തുള്ളൂ. ഇനി ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ക്ലിപ്പ് കാണിച്ചു തരാം. ഇത് നിങ്ങൾ കണ്ടിരിക്കണം. വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞൊരു കാര്യം, ഇത് നിങ്ങൾ കണ്ടിരിക്കണം. എന്തു സ്ഥാനം കിട്ടിയാലും ജനങ്ങൾ വെറുത്താൽ വല്ല പ്രയോജനമുണ്ട്? ഒരു സ്ഥാനമില്ലെങ്കിലും പ്രവർത്തകരെ സ്നേഹിക്കുകയും ജനങ്ങൾ കരുതുകയും ചെയ്താൽ വല്ല കുറവുണ്ടോ? ഇതാണ് എൻ്റെ തീയതി. അപ്പം അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും ഒരു സ്ഥാനം കണ്ടുകൊണ്ട് അതിലേക്ക് പോവുക, അവിടെ ചെല്ലുമ്പോൾ നിരാശ വരിക, അല്ലെങ്കിൽ അത് കിട്ടുമ്പോൾ അമിതമായി സന്തോഷിക്കുക, ഇതൊന്നും എൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനത്തിൽ ഒരിക്കൽ പോലും. മതിയല്ലോ അല്ലേ? കൂടുതലൊന്നും ഞാൻ കേൾപ്പിക്കുന്നില്ല. ഒരു നല്ല മനുഷ്യൻ, ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചൊരു മനുഷ്യൻ, അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നൊരു വീഡിയോ, അത്രേ ഉള്ളൂ. അദ്ദേഹത്തിനെ ഇല്ലാതാക്കാൻ മുന്നിൽ നിന്ന ഗണേഷ് കുമാരൻ അവൻ്റെ മറ്റേടത്തെ വർത്താനം കേട്ടപ്പോൾ, എന്തോ ഡീലിൻ്റെ പുറത്തങ്ങ് തീർത്തയാണെന്ന് തോന്നിയപ്പോൾ, പറയുന്ന കേട്ടപ്പോൾ ഇത്രയെങ്കിലും പറയണമെന്ന് തോന്നി. ഒരു ഡീലും അല്ല, ഒരു ഡീലിൻ്റെ പുറത്താണെന്ന് വിശ്വസിക്കുന്നില്ല, മനസ്സിലായോ? ഒരു ഡീലിൻ്റെ പുറത്താണെന്ന് വിശ്വസിക്കുന്നില്ല. ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കില്ല. നീയൊക്കെ കാണിച്ചു കൂട്ടിയാൽ നിനക്കൊക്കെ തന്നതാ ഇവിടുത്തെ ജനം, പത്തനാപുരംകാർ. അത്രയൊന്ന് മനസ്സിലാക്കുക എപ്പോഴെങ്കിലും. ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കാണും താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർ.